بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. വചനം 4. ذَلِكَ അത് ബിഅന്നഹും ഷാഖു അവർ ചേരിതിരിഞ്ഞതുകൊണ്ടാണ്, കക്ഷി പിടിച്ചതുകൊണ്ടാണ്, മത്സരിച്ചതുകൊണ്ടാണ്. അല്ലാഹ അല്ലാഹുവിനോട്, വറസൂലഹു അവന്റെ റസൂലിനോടും, വമൻ യുശാഖില്ലാഹ അല്ലാഹുവിനോട് ആരെങ്കിലും ചേരി പിടിക്കുന്നതായാൽ, കക്ഷി പിടിക്കുന്നതായാൽ, ഫഇന്നല്ലാഹ എന്നാൽ തീർച്ചയായും അല്ലാഹു ഷദീദുൽ ഇഖാബ് പ്രതികാരം അഥവാ ശിക്ഷാ നടപടി കഠിനമായവനാണ്. അതു അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവർ കക്ഷിപിടിച്ചു മത്സരിച്ചതുകൊണ്ടാകുന്നു. അല്ലാഹുവിനോട് ആരെങ്കിലും കക്ഷിപിടിച്ചു മത്സരിക്കുന്നതായാൽ നിശ്ചയമായും അല്ലാഹു കഠിനമായി ശിക്ഷാ നടപടിയെടുക്കുന്നവനാണ്. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. വചനം 5. മാ ഖതഅതും നിങ്ങൾ മുറിച്ചത്, നിങ്ങൾ മുറിച്ചാൽ, മിൻ ലീനത്തിൻ വല്ല ഈത്തപ്പനയും, ഔ തറക്തുമൂഹ അല്ലെങ്കിൽ നിങ്ങളതിനെ വിട്ടേച്ചാലും, ഖായിമതൻ നിൽക്കുന്ന നിലയിൽ, നിലകൊള്ളുന്നതായി, അല ഉസൂലിഹ അവയുടെ മുരടുകളിന്മേൽ, ഫബിഇദ്നില്ലാഹി എന്നാലത് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാണ്, വലിയുഖ്സിയ അപമാനപ്പെടുത്തുവാനും വഷളാക്കുവാനും, അൽ ഫാസിഖീൻ തോന്നിയവാസികളെ, ദുർജനങ്ങളെ. വചനം 5. സത്യവിശ്വാസികളെ, നിങ്ങൾ ഈന്തപ്പനയിൽ നിന്നും വല്ലതും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിലകൊള്ളുന്നതായി വിട്ടേക്കുകയോ ചെയ്തിട്ടുള്ളത് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാകുന്നു. ആ തോന്നിയവാസികളെ അപമാനപ്പെടുത്തുവാൻ വേണ്ടിയും ആകുന്നു. وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. വചനം 6. വമ അഫാഅ മടക്കിയെടുത്തു കൊടുത്തത്, കൈവരുത്തി കൊടുത്തത്, ഫൈ ആക്കിയത്, അല്ലാഹു അലാ റസൂലിഹി തന്റെ റസൂലിന്, മിൻഹും അവരിൽ നിന്ന്, ഫമാ ഔജഫ്തും നിങ്ങൾ ഓട്ടിയിട്ടില്ല, ഓടിച്ചിട്ടില്ല, അലൈഹി അതിന്, അതിന്റെ പേരിൽ, മിൻ ഖൈലിൻ കുതിരകളിൽ നിന്ന്, വലാ റികാബിൻ വാഹനങ്ങളിൽ നിന്നുമില്ല, ഒട്ടകങ്ങളിൽ നിന്നുമില്ല, വലാകിന്നല്ലാഹ എങ്കിലും അല്ലാഹു, യുസല്ലിത്തു അവൻ അധികാരപ്പെടുത്തുന്നു, റുസുലഹു അവന്റെ റസൂലുകളെ, അലാ മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ, വല്ലാഹു അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, ഖദീർ കഴിയുന്നവനാണ്. അവരിൽ നിന്നും അല്ലാഹു തന്റെ റസൂലിനു കൈവരുത്തി ഫൈ ആക്കിക്കൊടുത്തത് എന്തോ, അതു അതിനായി നിങ്ങൾ കുതിരകളെയോ ഒട്ടകവാഹനങ്ങളോ ഓട്ടുകയുണ്ടായിട്ടില്ല. എങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ തന്റെ റസൂലുകളെ അധികാരപ്പെടുത്തുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
3 മുതൽ 5 വരെ വചനങ്ങളുടെ വിശദീകരണം. ആ യഹൂദികളുടെ കോട്ട ഉപരോധം ചെയ്തിരുന്നപ്പോൾ വെളിയിലുള്ള അവരുടെ ഈത്തപ്പനകൾ കുറെ മുറിച്ച് നശിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയുണ്ടായി. ഇത് സാധാരണ നിലക്ക് ഒരു നല്ല വഴക്കമല്ലല്ലോ. ശത്രുക്കളുടെ മരങ്ങൾ മുറിച്ച് നശിപ്പിക്കുക, കന്നുകാലികളെ കൊന്നു നശിപ്പിക്കുക മുതലായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിക്കാറുള്ളതുമാണ്. യഹൂദികൾ ഇതിനെപ്പറ്റി അപലപിക്കുകയും ചെയ്തു. ആകയാൽ മുസ്ലിങ്ങളിൽ തന്നെ ചിലർക്ക് അസുഖം തോന്നുകയുണ്ടായി. മുറിക്കുന്നത് വിരോധമില്ലെങ്കിൽ എന്തുകൊണ്ട് മുഴുവൻ നശിപ്പിച്ചുകൂടാ എന്നും ചിലർക്ക് തോന്നിയതായി പറയപ്പെടുന്നു. ആ പ്രത്യേക പരിതസ്ഥിതിയിൽ അത് ആവശ്യമായിരുന്നുവെന്നും അതിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മതം കൊടുത്തിട്ടുണ്ടെന്നും അള്ളാഹു വ്യക്തമാക്കുന്നു. യഹൂദികളെ അപമാനപ്പെടുത്തുകയും അവരെ കോട്ടയിൽ നിന്ന് പുറത്തുവന്ന് കീഴൊതുങ്ങുവാൻ പ്രേരിപ്പിക്കുകയുമാണല്ലോ അതിന്റെ ലക്ഷ്യം. 6-ാം വചനത്തിന്റെ വിശദീകരണം. ബനു നദീർ ഒഴിച്ചുപോയപ്പോൾ വിട്ടേച്ചുപോയ സ്വത്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഇതും ഒനീമത്ത് സ്വത്തുക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. കുതിരപ്പടയും ഒട്ടകപ്പടയും ഇതിനായി ഓട്ടേണ്ടി വന്നിട്ടില്ല. അഥവാ ശത്രുക്കളുമായി ഏറ്റുമുട്ടലും പടവെട്ടലും കൂടാതെ അള്ളാഹു അവന്റെ റസൂലിന് കൈവരി കൊടുത്തതാണ് ഈ സ്വത്ത്. ഗനീമത്തുകൾ ലഭിക്കുന്നത് യുദ്ധനിമിത്തമായതുകൊണ്ട് അത് പടയാളികൾക്കിടയിൽ ഭാഗിക്കപ്പെടുന്നു. ഇത് പടയാളികൾക്കിടയിൽ ഭാഗിക്കപ്പെടേണ്ടതില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുവാനുള്ളതാണ് എന്ന് സാരം. ഇങ്ങനെ ലഭിക്കുന്ന സ്വത്തുക്കൾ ഫൈഅ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫൈഅ് സ്വത്തുക്കളിൽ നിന്ന് നൽകപ്പെടേണ്ടവർ ആരൊക്കെയാണെന്ന് അടുത്ത വചനത്തിൽ പ്രസ്താവിക്കുന്നു.